ഹലോ, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ആ പെരിഞ്ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പെരിഞ്ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തതും അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ പെരിഞ്ജീരകം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സവാളയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ച് നമുക്ക് വഴറ്റാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഏകദേശം ഓരോന്നും 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതാ എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കുകയും ആ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ള വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ കോളിഫ്ലവർ, ബീൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ 3 വെജിറ്റബിൾസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതുകൂടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൊടികളായിട്ട് നമ്മൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുളക് പൊടിയില്ല, അതുപോലെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഒരു ഇളം മഞ്ഞ കളറിൽ കറി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഞാനിത് ഇങ്ങനെ നേരിട്ട് വേവിച്ച് കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ കുക്കറിൽ വേണമെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 8 കശുവണ്ടി സ്പ്ലിറ്റഡ് ആണ് കേട്ടോ, നടുക് കീറിയ ഇതാണ്, അത് 8 എണ്ണം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം. വെള്ളം എല്ലാം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വല്ലാതെ നമ്മൾ ഉടയ്ക്കണ്ട, കഷ്ണങ്ങളൊക്കെ നമുക്ക് കിട്ടണം കറി ഒഴിക്കുമ്പോൾ. ഇനി നമ്മൾ ആ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കറിയുടെ കൺസിസ്റ്റൻസി എങ്ങനെ വേണോ, എത്ര വേണോ തിക്നെസ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് ഈ കറി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാല പൗഡറാണ്. അത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മൂടി വയ്ക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറി. അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, പൊറോട്ട, ചപ്പാത്തിയുടെ കൂടെ എല്ലാം വളരെ നല്ലൊരു കോമ്പിനേഷൻ. പ്രത്യേകിച്ച് 50 നോമ്പ് എടുക്കുന്നവർക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇഷ്ടമായ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.